അപ്പോൾ ഇന്നത്തെ പരിപാടി ഞങ്ങളൊന്ന് കർണാടകയിലുള്ള ടിബറ്റൻ വില്ലേജ് വരെ പോവാണ്. ബൈക്കിലാണ് പോണ്. ഞങ്ങൾ യാത്ര തുടർന്ന് കോയമ്പത്തൂർ വഴിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പോണ വഴിയിട്ട് ചായ കുടിക്കാൻ കയറി. ഇതാണ് എൻ്റെ കൂട്ടുകാരൻ സുമിത്ത്. ഈ യാത്ര പോണ എല്ലാവർക്കും ഇവനൊരു പ്രചോദനമാണ്. കാരണം സ്വന്തം മാല പണയം വെച്ചിട്ടാണ് ഇവനെ ട്രിപ്പന്നെ വന്നിരിക്കുന്നത്. അങ്ങ് റൈഡറാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവനെ ബാഗെല്ലാം വെച്ച് കിട്ടുന്ന വേണ്ടി. അപ്പോഴേക്കും വിശന്നു. ഒന്ന് പിന്നെ ഫുഡ് കഴിച്ചിട്ട് പോവാം. ഓരോരുത്തരും പറഞ്ഞ ഫുഡെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. അടുത്തത് എന്ത് കഴിക്കാന്നൊരു തീരുമാനത്തിൽ എല്ലാവരും പിന്നെ തമിഴ്നാട്ടിലെ സ്വന്തം കലക്കി ഓർഡർ ചെയ്ത്. വാങ്ങിയ കലക്കി മൂഞ്ചിപ്പോയത് വളരെ വൈകിയാണ് ഞങ്ങൾക്ക്. ഇതാണ് രാത്രി ഞങ്ങൾ താമസിക്കാൻ പോണ ഹോട്ടൽ. ഉറങ്ങി എണീച്ചപ്പോഴേക്കും ഇന്നലെ കഴിച്ച കലക്കി ഇവന് കലക്കാൻ തുടങ്ങി. ഇനി വണ്ടിയെടുത്ത് നേരെ കർണാടക ടിബറ്റൻ വില്ലേജ്. തമിഴ്നാടായതുകൊണ്ട് തന്നെ പോണ വഴി നമുക്ക് ഇതുപോലുള്ള ഉത്സവങ്ങളെല്ലാം കാണാനായിട്ട് പറ്റും. ഗ്രാമങ്ങളിലൂടെ പോണത് കൊണ്ടാവണം വഴിയെല്ലാം അതിമനോഹരമായിരുന്നു. പിന്നെ അവിടെ നിന്ന് കഴിച്ചൊരു വട, ഓഫ് സ്വർഗം. തമിഴ്നാട്ടിലെ പ്രശസ്തമായിട്ടുള്ള അമ്മൻ കോവില് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കാല്ലേ, വളരെ വലിയൊരു അമ്പലം തന്നെയായിരുന്നു. ഞങ്ങൾ പോകുമ്പോൾ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. സ്ത്രീകൾക്കാണ് ഇവിടെ മുൻഗണനയായിട്ടുള്ളത്. ഇതൊക്കെയാണ് ഈ അമ്പലത്തിലേക്കുള്ള വഴിപാടുകൾ. അവിടെ നേരെ ഞങ്ങൾ സത്യമംഗലം കാട് കയറാനായിട്ട്. ചുരം പിന്നെ അറിയാലോ, നല്ല ബ്ലോക്കായിരുന്നു കയറുന്ന സമയത്ത്. ഫോട്ടോ എടുക്കാൻ വേണ്ടി കാട്ടിക്കരുത്, അറിയാണ്ട് എന്തിലോ ചവിട്ടി. അവിടെ പോയി കാട്ടി പോയി ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു എന്തിലോ ചവിട്ടി. ഇവിടെ നിൽക്കണ്ട, ഇനി ഇവിടെ നിൽക്കണ്ട. എടാ എന്തെല്ലാം ഉണ്ടടാ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും.